അറിയപ്പെട്ട ശാസ്ത്രജ്ഞൻ, അയാൾ കണ്ടതല്ലല്ലോ മുഹമ്മദ് നബി. അത് ലോകത്തിന് നമ്മൾ സമർപ്പിക്കേണ്ടതുമല്ലല്ലോ. ഇതൊക്കെ നമ്മൾ മാത്രമല്ല ഈ റാലിയിലൂടെ പോകുമ്പോ കേൾക്കുമ്പൊക്കെ മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല നമ്മുടെ നായകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഒരു കുട്ടിയിൽ പോലും അതിന്റെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ റബി എത്രത്തോളം ഗൗരവമായി നമ്മൾ കാണേണ്ടവരാണ്. റബി 1 തുടങ്ങിയത് മുതൽ ഇന്നലെ വരെ ഈ സമയം വരെ നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തുമായി മൗലിദുകൾ നടന്നു. ഇനി പള്ളിയിൽ മൗലിദില്ല, ഇനിയും മൗലിദ് നടക്കുന്ന സദസ്സുകളുണ്ട്. എവിടൊക്കെയുണ്ട് അവിടെയൊക്കെ നമ്മൾ സമീപിക്കണം. ഹബീബിന്റെ ഇഷ്ക് പറയുന്നതും കേൾക്കുന്നതും അത്രത്തോളം ലോകത്ത് ഹൈറായ വേറൊരു അമലില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ച് ഒരു സദസ്സുകൾ കൂടുന്നിടത്ത് മാത്രമല്ല, നമ്മുടെ വീടുകളിലും നമ്മുടെ മക്കളിലും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഹബീബിന്റെ സ്വാധീനം നമ്മൾ നേടിയെടുക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന് പറഞ്ഞത് സുന്നത്താണ്, അത് ഹബീബിന്റെ ചെറിയാണ്. ഒപ്പം ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ ചെറിയാണ്. ഒക്കെ കഴിയുമ്പോ വിരലുകൾ നല്ലപോലെ ഈമ്പി എടുക്കലും സുന്നത്താണെന്ന് പഠിപ്പിച്ചെന്ന ആ ഒരു അധ്യാപനം, ഇതൊന്നും ഇന്ന് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഉപ്പ ജോലി കഴിഞ്ഞ് വന്നാൽ ഉപ്പാക്ക് ഭക്ഷണം കൊടുക്കും, ഉപ്പ കിടക്കും. മക്കൾ നേരത്തെ കിടക്കും, ഉമ്മ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റും കിടക്കും. ഇതൊന്നും ഒരു സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു കാര്യങ്ങളാണ് തുഹ്മത്തുകൾക്ക്, ശക്തികൾക്ക്, ചില ആളുകളുടെ തോന്നലുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ മുതിരരുത്. സംശയമുള്ളത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ സംശയം തീരണമെങ്കിൽ എവിടെ നിന്നാണോ അതിന്റെ സംശയങ്ങൾ ഉടലെടുത്തത് അവരുമായി ചർച്ച ചെയ്യുമ്പോഴാണ് അതിനൊക്കെ ഒരു ധാരണ പെശക് മാറിക്കിട്ടുകയുള്ളൂ. ചില ആളുകൾ പറയുന്നത് പോലെ ഫിലിം മമ്പാട് എന്ന് പറഞ്ഞ സാർ ഇവിടെ നടന്ന ജനകീയമായൊരു സദസ്സ് സംഘടിപ്പിച്ച് അയാൾ തന്നെ പറഞ്ഞു, ഇന്നേ വരെ എൻ്റെ സദസ്സിൽ ഇത്രയും നല്ല നിറച്ച ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞ ഒരു ചില പറച്ചിലുകൾ നമുക്കറിയാമല്ലോ. നമ്മൾ മറ്റുള്ളവരെ മാറ്റി നിർത്തേണ്ടവരല്ല, കൂടെ പിടിക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറാവണം. ഇന്നാളിൻ്റെ സ്വഭാവത്തിന്റെ ആളാണ് അല്ല, അയാൾ നമ്മുടെ കൂടെ വരണം. ആ സ്വഭാവത്തിന്റെ ഐഡന്റിറ്റിയിൽ അയാളെ മാറ്റി നിർത്തിയാൽ പിന്നെ അയാൾ പുറത്ത്, പിന്നെ ആരെങ്ങോട്ടും പരിഗണിക്കൂല എന്നുള്ള ഈ വിഷയങ്ങളൊക്കെ ഈ റബീന്റെ വലിയ സന്ദേശമായി ഉൾക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കണം. അത് ഉൾക്കൊള്ളുവാനും ഈ മഹല്ലത്ത് ഇതിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, ഇതിന്റെ നന്മയ്ക്ക് വേണ്ടി മഹല്ല് കമ്മിറ്റി എന്ത് ആലോചിച്ച് തീരുമാനം എടുത്താലും അതിൻ്റെ ഒപ്പം നമ്മളൊപ്പം കൂടുമ്പോൾ ഒരു വലിയ ആരായാലും മാതൃക സ്ഥാപിക്കുന്ന വലിയൊരു മഹല്ലായി നമ്മുടെ മഹലിൽ തന്നെ മാറാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തൊരു തീരുമാനമെടുക്കുമ്പോഴും ഒരു വ്യക്തിയെ വേദനിപ്പിക്കാൻ, ഒരു കുടുംബത്തെ വേദനിപ്പിക്കാൻ, അല്ലെങ്കിൽ ചില ആളുകളെ വേദനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വേദനിപ്പിക്കാൻ ചിന്തിക്കാതെ എൻ്റെ നാടിൻ്റെ നന്മയാണ്, എൻ്റെ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്ന് ചിന്തിച്ച് എല്ലാവരും ഒപ്പം ഒരുമയോടുകൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവരും ഒരു ഉമ്മ പറ്റ മക്കളെ പോലെയാണെന്ന് പറഞ്ഞ ആ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ വന്ന ഓരോരുത്തരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അള്ളാഹു നിറവേറ്റി തരട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. ഇവിടെ മൗലിദ് സദസ്സ് നടക്കുമ്പോൾ ഓരോ വീടുകളിൽ നിന്ന് ഉമ്മമാര് സഹോദരിമാരൊക്കെ ചീന് കൊടുത്തയച്ചവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഹബീബിനെ ഇഷ്ടപ്പെടുന്ന ആശിഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.